ഈ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ മാസപ്പടി കേസിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ മാസപ്പടി കേസ് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി CPM BJPയുമായിട്ട് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് ഈ കേസിന്റെ പിന്നാലെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി എന്ന എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. കാരണം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്ന മെറ്റീരിയലിന്റെ 10 ഇരട്ടി എവിഡൻസ് ആൻഡ് മെറ്റീരിയൽ മാസപ്പടി കേസിൽ അവൈലബിൾ ആയിരുന്നിട്ടും കേന്ദ്ര സർക്കാർ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ള നിലപാട് പിണറായി വിജയനെ സേവ് ചെയ്യുന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് ഇതേ വേദിയിൽ പത്രസമ്മേളനം നടത്തി എത്രയോ മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളോടും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയൻ ഈസ് കണ്ടിന്യൂയിങ് ഇൻ ദ സീറ്റ് ഓഫ് CM അറ്റ് ദ മേഴ്സി ഓഫ് നരേന്ദ്രമോദി എന്ന്. നരേന്ദ്രമോദിയുടെ ഔദാര്യത്തിൽ മാത്രമാണ് പിണറായി വിജയൻ ആ കസേരയിൽ തുടരുന്നതെന്ന് പറഞ്ഞു. ഇപ്പോ പച്ചയായ സത്യം പോലെ EP ജയരാജന്റെ വാർത്ത നമ്മൾ കണ്ടില്ലേ? There is a deep deal between CPM and BJP. No doubt. കേരളത്തിലെ ജനങ്ങളെ, സാധാരണ കമ്മ്യൂണിസ്റ്റുകാരെ, സഖാക്കളെ ഇവര് കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPയുമായിട്ടുള്ള EP ജയരാജൻ എന്തിനാണ് നിങ്ങൾ വെറുതെ സ്കേപ്പ് ബോട്ട് ആക്കുന്നത്? അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് CPM ഇത്രയും വലിയ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കിയ, ഇത്രയും വലിയ ഡാമേജ് ഉണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടായിട്ട് EP ജയരാജനെ നടപടിയെടുക്കാൻ കഴിയാത്തത്? EPക്ക് വേണ്ടി ആയിരുന്നില്ല. എവറിത്തിങ് വാസ് ഫോർ CM. നോ ഡൗട്ട്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന മെറ്റീരിയലിന്റെ 10 ഇരട്ടി മെറ്റീരിയൽ എവിഡൻസ് ഈ മാസപ്പടി കേസിൽ അവൈലബിൾ ആയിട്ടും കേന്ദ്ര സർക്കാർ ചലിക്കാത്തതിന് പിന്നിൽ നരേന്ദ്രമോദിയുടെ ഏജൻസികളും ചലിക്കാത്തതിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് there is a deep understanding between BJP and CPM. കൊടുക്കൽ വാങ്ങലുണ്ട്. അതിന്റെ ഭാഗമായിരുന്നു EP ജയരാജൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ CPMന് ചെറുവിരലനക്കാൻ കഴിയാതെ ഇത്രയും. കാരണം CPM ഉണ്ടാക്കിയ ഒരു നറേറ്റീവ് മുഴുവൻ ഞങ്ങൾ സംഘപരിവാറിനെതിരെ, ഞങ്ങൾ BJPക്കെതിരെ, ഞങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ, കോൺഗ്രസിന് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല, ഞങ്ങളാണുള്ളത്, ഞങ്ങളുടെ ക്യാപ്റ്റൻ പിണറായി വിജയൻ എന്ന നറേറ്റീവ് ഒരൊറ്റ ദിവസം കൊണ്ട് പൊളിഞ്ഞടുങ്ങി വീഴുന്ന സംഭവം ഉണ്ടായത്. അതിന് കാരണക്കാരനായ EP ജയരാജനെതിരെ ചെറുവിരലനക്കാൻ CPMന് കഴിയാത്തതിന് കാരണം ദിസ് ഹോൾ അണ്ടർസ്റ്റാൻഡിംഗ് വാസ് ഫോർ CM പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ മാസപ്പടി കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്നും വലിയ കാര്യങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് BJP ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോട്ടീസ് അയക്കാൻ പോകുന്നു, അത് ചെയ്യുന്നു, അറസ്റ്റ് ഉണ്ടാകുന്ന പ്രതീതിയൊക്കെ സൃഷ്ടിച്ചു. പൊതുജനത്തെ, സാമാന്യ ജനത്തെ കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ വിഡ്ഢികളാക്കുന്ന ഒരു നാടകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ CPMന്റെ അണികൾ, സാധാരണ സഖാക്കളെ പോലും ഇവര് സമർത്ഥമായി കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, മുഖ്യമന്ത്രി അറസ്റ്റിനാരല്ല പറഞ്ഞു. ഈ കേസിൽ മാസപ്പടി പൈസ മേടിച്ചത് വീണ വിജയനല്ലേ? കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിലും എത്രയോ മെറ്റീരിയൽ എവിഡൻസ് ഈ കാര്യത്തിലുണ്ട്. ഇപ്പൊ ഇത്ര നേരം പറഞ്ഞൊന്നും മനസ്സിലായി. വീണ വിജയൻ പൈസ മേടിച്ചോ? എനിക്കറിയില്ല. That's very poor. That's what you stand. അത് ഞാൻ പറയുന്നത് that is where you stand. വീണ വിജയൻ പൈസ മേടിച്ചു, അതെനിക്കറിയില്ല. സോ അതവിടെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഇതാണ് ഇന്നത്തെ CPM നറേറ്റീവ്. അതായത് വീണ വിജയൻ പൈസ മേടിച്ചു, അതവിടെ ഇരിക്കട്ടെ. അത് പിണറായി വിജയനും കുടുംബവും മേടിച്ചതും ചെയ്തതല്ല, അവിടെ ഇരിക്കട്ടെ. ബാക്കി സഹാക്കളും അവിടെ കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ. അത് ആ നെറേറ്റീവാണ് നടക്കാത്തത്. അതാണ് ഞങ്ങൾ എക്സ്പോസ് ചെയ്യുന്നത്. വീണ വിജയൻ പൈസ മേടിച്ചു, അതവിടെ ഇരിക്കട്ടെ എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും പറയാൻ പറ്റും? കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിക്കും റിയാസിനും അതുപോലെ തന്നെ മകൾക്കും ഒക്കെ വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പൈസയുടെ ലാഭം സർക്കാരിന്റെ ഒരു ഉത്തരവിന്റെ ഭാഗമായി കർത്തക്ക് കിട്ടിയിട്ടുണ്ടോ? കർത്തവിന്റെ ഈ ലാഭം ഉണ്ടാക്കുന്നവരോട് ബിസിനസ് നടക്കുന്നുണ്ട്. ഒരു ബിസിനസ് നടന്നിട്ടില്ലല്ലോ. ആരും ബിസിനസ് നടന്നു. ഇപ്പൊ ടൂറിസം വകുപ്പിന്റെ പദ്ധതി അപ്രൂവൽ കൊടുത്തിട്ടില്ല, കരിമണൽ ഖനനത്തിന് അപ്രൂവൽ ഇല്ല. പിന്നെ എന്ത് ലാഭത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടിക്കണക്കിന് രൂപ വീണ വിജയനും മുഖ്യമന്ത്രിക്കും കർത്ത വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നത്? സിമ്പിളായിട്ട് പറയാം. ഓക്കെ, കഴിഞ്ഞ 2 വർഷമാണ് CMRൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കാരണം
കഴിഞ്ഞ 2 വർഷക്കാലം അവർക്ക് റോ മെറ്റീരിയൽ ലിമിനേറ്റ് ഇമ്പോർട്ട് ചെയ്യേണ്ട വന്നില്ല എന്നുള്ളത്. ലോക്കലി അവൈലബിൾ ആയിരുന്നുകൊണ്ടാണ് ലാഭം വർദ്ധിച്ചത്. ആ ലോക്കലി അവൈലബിൾ ആവാനുള്ള കാരണം ഈ മുഖ്യമന്ത്രി ചെയ്തു കൊടുത്ത സേവനമാണ്. മനസ്സിലായോ? ക്ലിയർ? ഡൺ? ഷുവർ? ഓക്കെ. ഈ റവന്യൂ മിനിസ്റ്റർ അറിവുകൊണ്ടാണ് ഇതൊക്കെ നടന്നതെന്ന് പറഞ്ഞു. ഈ മാസപ്പടി വീണ വിജയൻ വാങ്ങിച്ചതിന്റെ ഒരു അറിവ് രാജ്യ മിനിസ്റ്റർക്ക് ഉണ്ടോ എന്ന് തോന്നുന്നു. അല്ല, മാസപ്പടി വാങ്ങിച്ചൊന്നുള്ളതല്ല. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ നടപടികളും CMRL ഫേവർ ചെയ്യുന്നത് തന്നെയായിരുന്നു. നോ ഡൗട്ട്. റവന്യൂ മിനിസ്റ്ററുടെ ഫുൾ അറിവോടുകൂടിയാണ് Revenue department, I can say that. When I say anyone personally, I should have the documents, I should have the evidence. That all need to be inquired. Okay.